NV കൃഷ്ണവാര്യരുടെ കാളിദാസ പഠനങ്ങൾ എന്ന കൃതിയിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു പാഠഭാഗമാണ് കാളിദാസൻ. ആ കാളിദാസനിലെ ആ പാഠഭാഗത്തിലെ ഒരു വരിയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ 3-4 ചതുരശ്രയടി ക്യാൻവാസ് മതിയല്ലോ മഹാനായ ഒരു ചിത്രകാരന് വിശ്വോത്തരമായ ചിത്രം നിർമ്മിക്കാൻ. വലിപ്പമല്ല, ഗുണമാണ് കാര്യം. ഇപ്പൊ ഇതെന്ത് എന്ന് ചോദിച്ചാൽ, പാഠഭാഗം തുടങ്ങുന്നതന്നെ ചില കാര്യങ്ങളിൽ രണ്ടഭിപ്രായം ഉണ്ടാവുക വയ്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പർവ്വതം ഏതെന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ, ഹിമാലയം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. ഹിമാലയ പർവ്വതമാണ് ഇന്ത്യയിലെ ഏറ്റവും വലുത്. ഇന്ത്യയിലെ ഏറ്റവും മഹാനായ കവി ആരെന്ന് ചോദിച്ചാലോ അത് യാതൊരു തർക്കവുമില്ല, അതാരാണ്? കാളിദാസനാണ്. ആരാണ് ഈ കാളിദാസൻ? ക്രിസ്തുവിന് മുമ്പ് 1-ാം ശതകത്തിൽ ഉജ്ജയിനി ഭരിച്ചിരുന്ന വിക്രമാദിത്യ മഹാരാജാവിന്റെ കൊട്ടാരത്തിലെ നവരത്നങ്ങളിൽ ഒരാളാണ് കാളിദാസൻ എന്നാണ് വിശ്വാസം. ഈ കാളിദാസന്റെ കൃതികളായിട്ട് ഇവിടെ 7 എണ്ണമാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ഖണ്ഡകാവ്യങ്ങൾ, ഋതുസംഹാരം, മേഘസന്ദേശം, അങ്ങനെ 2 ഖണ്ഡകാവ്യങ്ങൾ. മഹാകാവ്യങ്ങൾ കുമാരസംഭവവും രഘുവംശവും. നാടകങ്ങളാകട്ടെ വിക്രമോർവശീയം, അഭിജ്ഞാന ശാകുന്തളം, മാളവികാഗ്നിമിത്രം. ഇപ്പൊ ഇങ്ങനെ കേവലം 7 കൃതികൾ കൊണ്ട് വിശ്വസാഹിത്യത്തിന്റെ നെറുകയിൽ എത്തിയ ആളാണ് മഹാകവി കാളിദാസൻ. കാളിദാസ കൃതിക്ക് തുല്യമായി വിശ്വസാഹിത്യത്തിൽ തന്നെ ദുർലഭം രചനകളെ ഉള്ളൂ. ഇതിൽ 6 അധ്യായങ്ങളുള്ള ഒരു ലഘുകൃതിയാണ് ഋതുസംഹാരം. എന്താണ് ഈ ഋതുസംഹാരത്തിന്റെ ഉള്ളടക്കം? ഗ്രീഷ്മകാലം മുതൽ ഉള്ള 6 ഋതുക്കളെയാണ് ഈ കാവ്യത്തിൽ വർണ്ണിക്കുന്നത്. അപ്പൊ ഒരു പൂവിനെ കുറിച്ച് വർണ്ണിച്ച് കവിത എഴുതിയിട്ടുണ്ട്, മരത്തെക്കുറിച്ച്, പർവ്വതത്തെക്കുറിച്ച്. എന്നാൽ ഋതുക്കളെ കുറിച്ച് കവിത എഴുതുക, അതായത് ഋതുക്കളെ കുറിച്ചുള്ള ഒരു കാവ്യമാണ് എഴുതിയിരിക്കുന്നത്. കാലാവസ്ഥാ മാറ്റം, പ്രകൃതിയിൽ ഉണ്ടാക്കുന്ന പരിവർത്തനങ്ങൾ, മനുഷ്യ മനസ്സിലെ ആഗ്രഹങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഈ കൃതിയിൽ വർണ്ണിക്കുന്നത്. കണ്ടോ, പ്രകൃതിയിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മനുഷ്യനുണ്ടാക്കുന്ന മാറ്റങ്ങൾ, അതാണ് ഈ കൃതിയുടെ കാതൽ, അതാണ് കൃതിക്ക് കാരണമായിട്ടുള്ളത്. ആ ഒരു കാര്യമാണ്. ഈ കൃതിയിൽ ഗംഭീരമായ ആശയങ്ങളോ ജീവിത നിരീക്ഷണങ്ങളോ ഒന്നും ഇല്ല. പ്രകൃതി സ്നേഹവും സൂക്ഷ്മ നിരീക്ഷണവും ഒക്കെ ഈ കൃതിയിൽ കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് കാളിദാസ കൃതിയല്ല എന്നൊരു അഭിപ്രായവും ഉണ്ട്. എങ്കിലും കാളിദാസന്റെ ആദ്യ കൃതിയായി ഇതിനെ നാം കാണുന്നു. അപ്പൊ കേവലം കുറച്ച് കൃതികൾ കൊണ്ട് തന്നെ വിശ്വസാഹിത്യത്തിൽ ഇടം നേടിയ ആളാണ് കാളിദാസൻ. അതാണ് പറഞ്ഞിരിക്കുന്നത്, എന്ത് 3-4 ചതുരശ്രയടി ക്യാൻവാസ് മതി ഒരു വലിയ ചിത്രം, വിശ്വോത്തരമായ ചിത്രം വരയ്ക്കാനെന്ന്. അപ്പൊ വളരെ കുറച്ച് കൃതികൾ മാത്രം മതി കാളിദാസന് ലോകത്തിന്റെ നെറുകയിൽ എത്തുവാൻ, ഏറ്റവും വലിയ മഹാകവി എന്ന പേര് ലഭിക്കുവാൻ. അപ്പൊ നമ്മൾ ഋതുസംഹാരത്തെ കുറിച്ചാണ് പറഞ്ഞത്. അടുത്തത് മേഘസന്ദേശമാണ്. എന്താണ് മേഘസന്ദേശത്തിൽ എന്താണുള്ളത്? മേഘസന്ദേശത്തില് പ്രിയജനത്തെ വേർപിരിയുമ്പോൾ മനുഷ്യ മനസ്സിലുണ്ടാകുന്ന വേദനയാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ നമ്മൾ വേർപിരിഞ്ഞ് ഇരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദനയാണ് ഈ മേഘസന്ദേശത്തിൽ പറയുന്നത്. ഒരു യക്ഷന്റെ കഥയാണിത്. ഒരു യക്ഷൻ ജോലിയിൽ വീഴ്ച വരുത്തിയത് മൂലം 1 വർഷക്കാലം ഭാര്യയെ വേർപിരിഞ്ഞ് വളരെ ദൂരെയുള്ള ഒരു നാട്ടിൽ ജീവിക്കേണ്ടി വന്നു. രാമഗിരി എന്ന് പറയുന്ന നാട്ടിലാണ് ജീവിക്കുന്നത്. ഭാര്യയെ വളരെയധികം സ്നേഹിച്ചിരുന്ന, ഇഷ്ടപ്പെട്ടിരുന്ന യക്ഷന് ഇത്രയും വളരെ ദൂരെ പിരിഞ്ഞിരിക്കുവാൻ വളരെ ദുഃഖമുണ്ടാവുമെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. അദ്ദേഹം അങ്ങനെ ദുഃഖിച്ചിരിക്കുമ്പോഴാണ് ആഷാഢമാസത്തിലെ പുതിയ മേഘങ്ങൾ ദക്ഷന്റെ വേദനയെ വർദ്ധിപ്പിക്കാനായിട്ട് കടന്നു വരുന്നത്. ഈ പ്രകൃതിയിലെ പല ഭാവമാറ്റങ്ങളും നമ്മുടെ ദുഃഖത്തെ ചിലപ്പോൾ ഇരട്ടിപ്പിക്കും, ചിലപ്പോൾ നമ്മുടെ സന്തോഷത്തെ ഇരട്ടിപ്പിക്കും. പ്രകൃതിക്ക് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ആന പോലെയുള്ളൊരു മേഘം കണ്ടപ്പോൾ ആ മേഘത്തോട് തൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആ മേഘത്തിനൊരു സന്ദേശവും ഭാര്യയ്ക്ക് കൊടുക്കാനുള്ള സന്ദേശവും കൊടുത്ത്
ദൂരെയുള്ള ദേശത്തേക്കുള്ള വഴിയും പറഞ്ഞു കൊടുക്കുകയാണ് ആ യക്ഷൻ. അപ്പോൾ ഈ സന്ദേശവും വഹിച്ചുകൊണ്ട് ഈ മേഘം പോകുന്ന വഴിയിലെ ഗ്രാമഭംഗിയും പിന്നെയോ നഗരങ്ങളുടെ ഭംഗിയും മനോഹാരിതയും ഒക്കെയാണ് ഈ കൃതിയിൽ വർണ്ണിക്കപ്പെടുന്നത്. വളരെ മനോഹരമായ ഒരു കാളിദാസ കൃതിയാണ് മേഘസന്ദേശം. ഈ ചെറിയ കൃതിക്ക് ലഭിച്ചിട്ടുള്ള അംഗീകാരം മറ്റൊരു കൃതിക്കും ലഭിച്ചിട്ടില്ല. അതുപോലെ കാളിദാസന് എന്ന് പറയുന്ന മഹാകവിക്ക് ഈ കൃതി കൊണ്ട് ലഭിച്ചിരിക്കുന്ന അംഗീകാരം മറ്റൊരു കവിക്കും ലഭിച്ചിട്ടുമില്ല. അത്ര മനോഹരമായിട്ടുള്ള ഒരു കൃതിയാണ് എന്താ മേഘ സന്ദേശം. അപ്പോൾ 2 കൃതികളെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത കൃതിയായിട്ട് വരുന്നത് എന്താണ്? കുമാരസംഭവമാണ്. പിന്നെയുമുണ്ട് അഭിജ്ഞാന ശാകുന്തളം. ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് തൊട്ടടുത്ത വീഡിയോയിൽ പറയാം. ഈ 2 കൃതികളെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കി വെക്കുക. തൊട്ടടുത്ത 2 കൃതികൾ കൂടി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ഉപന്യാസമായിട്ട് നമുക്കിത് എഴുതുവാൻ കഴിയും. അധികമൊന്നും വരാത്ത ഒരു പാഠഭാഗമാണിത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം SLC പരീക്ഷയ്ക്ക് ഇത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാനുള്ളതെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ അമർത്തുക. കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്.